ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. പാർട്ടിയുടെ സമയമെടുത്തപ്പോൾ ദേവയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു രവിശങ്കർ. അപ്പോൾ രവിശങ്കർ നോക്കിയപ്പോൾ ദേവ പാർട്ടിക്ക് വേണ്ടി റെഡിയാവാതെ മാറി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ദേവയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ് രവിശങ്കർ. ദേവ, താൻ ഇതുവരെ റെഡിയായില്ലേ? ദേ പാർട്ടിക്ക് ആള് വന്ന് തുടങ്ങാറായി. താനെന്താ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പോൾ ദേവ പറയുക, അച്ഛനോട് 100 തവണ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. അച്ഛൻ വെറുതെ വാശി കാണിക്കുക. എന്തായാലും തീരുമാനിച്ചല്ലോ, ആളുകൾ എത്തുകയും ചെയ്തു. ഇനി താൻ അവരുടെ മുന്നിൽ ചെന്ന് നിന്നല്ലേ പറ്റൂ. രവിശങ്കർ ഇങ്ങനെ ചോദിക്കുമ്പം ദേവ പറയുക, ചെന്ന് നിൽക്കണം, ഒരു കളിപ്പാവയെ പോലെ. ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ദേവ പിന്നെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ദേവയുടെ അടുത്ത് ചെന്നിട്ട് രവിശങ്കർ ചോദിക്കുക, താൻ എന്താടോ കാണിക്കുന്നത്? ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടിയപ്പോൾ തൻ്റെ വരവായിരുന്നു എനിക്കൊരാശ്വാസം. തൻ്റെ കണ്ണുകളിലുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയ ഊർജം. എന്നിട്ട് താനിപ്പോൾ ഇങ്ങനെ. അത് കേട്ടപ്പോൾ ദേവ പറയുക, എൻ്റെ കോൺഫിഡൻസും ചങ്കൂറ്റും ഒക്കെ എൻ്റെ കൈവിട്ട് പോയി എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ രവിശങ്കർ പറയുക, എടോ, ഈ പാർട്ടി നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞത് കൺമണിയാണ്. താഴെ മുറിയിൽ അവന്തിക നിർബന്ധിച്ച് അവൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. പാർട്ടിക്കകത്ത് താൻ കാണിക്കുന്നൊരു അസ്വസ്ഥത അവളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ സംഭവിച്ച ഒരു കാര്യത്തിലും കൺമണി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ എന്നത്തെയും പോലെ എല്ലാവരെയും അനുസരിക്കുകയായിരുന്നു. ഇപ്പോഴും അതെ. അപ്പോൾ ദേവ പറയാ, ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷെ എൻ്റെ മനസ്സ് ഒന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ? അപ്പോൾ രവിശങ്കർ ദേവയോട് പറയുക, മറക്കണം, എല്ലാം മറക്കാൻ താൻ ശീലിക്കണം. അപ്പോൾ ദേവ പറയുക, ഞാൻ ശ്രമിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ മധുരിമ അയച്ചുകൊണ്ടിരുന്നത് ഞാൻ അവളോട് പറഞ്ഞ വാചകങ്ങളാ. അതൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തിരുന്ന മോഹങ്ങളാ. എൻ്റെ വാക്കുകൾ തന്നെ എന്നെ കൊല്ലുന്ന അവസ്ഥ. എത്ര നാൾ പറ്റും എനിക്കങ്ങനെ? അപ്പോൾ രവിശങ്കർ പറഞ്ഞു, മധുരിമയുടെയും തൻ്റെയും പ്രണയം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞങ്ങൾ കണ്ടു നിന്നവർക്കെല്ലാം മനസ്സിലായതാ. ഇത്രയും അടുത്തവർക്ക് വെറുതെ അങ്ങ് പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഒരു വെട്ടിമുറിക്കൽ തന്നെയാണ് ആവശ്യം. അത് കഴിഞ്ഞാൽ മുറിവുകൾ കരിയണം, എങ്കിലേ പരസ്പരം മറക്കാൻ പറ്റൂ. അപ്പോൾ ദേവ സങ്കടത്തോടെ പറയാ, പറ്റുന്നില്ല. മനസ്സൊന്ന് ബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൂടുതൽ തളർന്നു പോകുക. അപ്പോൾ രവിശങ്കർ വീണ്ടും പറയുക ദേവയോട്, എടോ, താനൊരു വാക്ക് പറഞ്ഞാൽ കൺമണി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. തനിക്ക് വേണ്ടി അവളുടെ ജീവൻ വേണമെങ്കിലും ഉപേക്ഷിച്ചു എന്ന് വരും. ഞാനൊരു ഗതികെട്ടവനാ. ഒരുപാട് പേരെ സഹായിക്കാനോ കാരുണ്യം കാണിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്തിന്, കൺമണിയുടെ കാര്യത്തിൽ പോലും അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തോ അവൾ എവിടേക്കെങ്കിലും ഒന്ന് കൂട്ടി കൊണ്ടുപോയോ അങ്ങനെയൊന്നും ഞാനോ തനുജയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് നല്ലൊരു വാക്കുണ്ടാവും. അത് എൻ്റെ ഒരു കരുതലാണ്. അങ്ങനെ സഹായിക്കാനേ എനിക്ക് പറ്റൂ. ദേവ, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അവൾ തൻ്റെ കൂടെ ജീവിക്കണം. അവൾ തന്നെ നോക്കി ചിരിക്കണം. അവൾക്ക് ജീവിതം എന്തെന്ന് താൻ പഠിപ്പിച്ചു കൊടുക്കണം. താൻ റെഡിയാവ്. എന്നിട്ട് തെളിഞ്ഞ മനസ്സോടെ എല്ലാവരുടെയും മുന്നിലേക്ക് വാ. എടോ, തൻ്റെ മനസ്സിന് ദൈവം കരുത്ത് തരട്ടെ. താൻ വാടോ. ഇതെല്ലാം പറഞ്ഞ് രവിശങ്കർ അങ്ങ് പോകുമ്പോഴും ദേവയുടെ മുഖത്തു നിന്ന് ആ സങ്കടഭാവങ്ങളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ദേവ പിന്നെ എന്തായാലും റെഡിയായേക്കാം എന്ന് കരുതിയിട്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം അനന്യ മാറി നിന്ന് പിറുപിറുക്കുക. ആഭരണവും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് അവൾ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സ്വപ്ന വന്നിട്ട് പറയുക, അതെങ്ങനാ, മാണിക്യം കൊണ്ടു നടക്കുന്ന നാഗം പോലെ കൂടെ കൊണ്ടു നടക്കുകയല്ലേ അവന്തിക. ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് അവളെ അങ്ങ് കെട്ടിച്ചിടണം. അങ്ങനെ ആയാൽ പിന്നെ കൺമണിയെ നമ്മുടെ കയ്യിൽ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അനന്യ പറയാ, ഓ പിന്നെ കെട്ടിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? തനുജയെ കെട്ടിച്ചതല്ലേ, എന്നിട്ട് അവൾ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. ഇവൾ അങ്ങനെ ആവില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? അപ്പോൾ സ്വപ്ന പറയാ, അതും ശരിയാ. അങ്ങനെ രണ്ടാളും കൂടെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്തെന്തോ വണ്ടിയുടെ ഹോൺ അടി കേട്ടു. അപ്പോൾ ആരാ അത് എന്നും പറഞ്ഞിട്ട് രണ്ടാളും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. വന്നത് മറ്റാരും ആയിരുന്നില്ല, സുശീലാമ്മയുടെ അനിയത്തിയായിരുന്നു വന്നത്. അപ്പോൾ രണ്ടാളും കൂടെ ഓടി ചെന്നിട്ട് അനന്യ പറയാ, ആരാ അത്? ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ ആൻറ്റി? അപ്പോൾ ആൻറ്റി പറയാണ്, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഓർമ്മയുണ്ട്, നിങ്ങൾക്കാണല്ലോ എന്നെ കണ്ടുകൂടാത്തത്. ഇത് കേട്ടതിന് രണ്ടാളും ഒന്ന് പരിങ്ങി. അപ്പോൾ സ്വപ്ന പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാ ആൻറ്റി, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയാ. പക്ഷേ എന്ന് കരുതി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാ ഞങ്ങൾക്ക് അമ്മയുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കിട്ടതാ. എൻ്റെ ഭർത്താവിന് വാശി കയറി,
അതിൻ്റെ അപ്പുറത്തെ വാശി ഇവിടുത്തെ ആൾക്കും കയറി. എന്നാലും തല്ലിപ്പിരിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അനന്യ പറഞ്ഞു, എന്തായാലും ആൻറ്റി വന്നല്ലോ, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും, വാ ആൻറ്റി എന്നും പറഞ്ഞിട്ട് ആൻറ്റിയെ കൂട്ടിക്കൊണ്ടിങ്ങനെ പോവുകയാണ്. അപ്പം ആൻറ്റിയുടെ കൂടെ ഒരാളും കൂടിയുണ്ട്. അപ്പം രണ്ടുപേരും കൂടി ഇവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. 2 സ്റ്റെപ്പ് വെച്ചതും കൂടെ വന്ന പെൺകുട്ടിയുടെ ചെരുപ്പ് അങ്ങ് ചെളിയിലേക്ക് താണു. അവിടെ എന്തോ നനച്ചിട്ടിരുന്നപ്പോൾ ഒരല്പം ചെളി അവിടെ ഉണ്ടായിരുന്നു. ആ ചെളി പറ്റി. ഉടനെ പറഞ്ഞു, മമ്മി എൻ്റെ ചെരുപ്പ് ആകെ ഡേർട്ടി ആയിരിക്കുവാ. ഉടനെ ആൻറ്റി സ്വപ്നയോട് ചോദിച്ചു, മുറ്റത്ത് ചെളി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ സ്വപ്നെ? അപ്പോൾ സ്വപ്ന പറഞ്ഞു, അതിവിടുത്തെ വേലക്കാരി ചെടിക്ക് വെള്ളമൊഴിച്ച് വൃത്തികേടാക്കുന്നതാ, ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത വർഗ്ഗമാണ്. അപ്പോൾ മോളെ ഇങ്ങനെ ചെരുപ്പിൽ ചെടി കളയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആൻറ്റി വന്നിട്ട് പറഞ്ഞു, അതങ്ങ് തട്ടിക്കള മോളെ, ആകെ വൃത്തികേടായല്ലോ. അപ്പം മോള് പറയാം, മമ്മി എനിക്കാണെങ്കിൽ ദേഹത്ത് അഴുക്കാകുന്നത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇവരുടെ സംസാരം എല്ലാം കേൾക്കുമ്പോൾ സ്വപ്നയും അനന്യയും കൂടെ പറയാം, ഒരു തള്ളുവണ്ടിയാണെന്ന് തോന്നുന്നല്ലോ. എന്നിട്ട് 2 ആളും കൂടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, ഇതാരാ ആൻറ്റി? നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം, എവിടെ എൻ്റെ ചേച്ചി സുശീലാദേവി എന്നും പറഞ്ഞങ്ങ് നടക്കുകയാണ് ആൻറ്റി. അപ്പോൾ അനന്യ പറഞ്ഞു, അമ്മ മുറിയിലുണ്ട്. ആൻറ്റി ഇന്നത്തെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണോ? അപ്പോൾ ആൻറ്റി പറയാം, പിന്നല്ലാതെ, എന്നെപ്പോലും അറിയിക്കാതെ മോൻ്റെ കല്യാണം നടത്തിയെങ്കിലേ അതറിയുമ്പോൾ ഞാനിങ്ങി വരണമല്ലോ, അല്ലാതെ ബന്ധം കൂടാനും കൂട്ടം ചേരാനും ഒന്നുമല്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന പെൺകുട്ടീനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വപ്ന വീണ്ടും ചോദിക്കുക, അല്ല ഇത് ആരാണെന്ന് ആൻറ്റി പറഞ്ഞില്ല? അപ്പോൾ ആൻറ്റി പറഞ്ഞു, അതെ, ആരും അറിയാതെ ഇവിടെ ഒരുത്തിനെ കല്യാണം കഴിപ്പിക്കാമെങ്കിലേ എൻ്റെ വീട്ടിലും അങ്ങനെ ഒരെണ്ണം നടന്നു. ഇതേ വിഷ്ണുവിൻ്റെ പെണ്ണ. ഇത് കേട്ടതും 2 ആളും കൂടെ പരസ്പരം ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അനന്യ പറയാ, അയ്യോ സ്വപ്നേ, അപ്പോൾ ഇത് നമ്മുടെ അനിയത്തിയാ, എന്താ പേര്? അപ്പോൾ പേര് പറഞ്ഞു, ലിയോണ വിഷ്ണുരാജ്. അപ്പോൾ ആൻറ്റി പറയാം, വിഷ്ണുവിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, എത്ര പെണ്ണ് കണ്ടതാ. സൗന്ദര്യം മാത്രമല്ലല്ലോ, അവൻ്റെ പ്രധാന പ്രശ്നം വിദ്യാഭ്യാസമാണേ. അങ്ങനെ ഉണ്ടാവുമ്പം നല്ല കുട്ടികളെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ടെന്താ, മോളുടെ വിദ്യാഭ്യാസം എന്താണെന്നങ്ങ് പറഞ്ഞു കൊടുക്കടി എന്ന് പറയുമ്പം ലിയോണ പറയുക, ആക്ച്വലി ഞാൻ MA ലിറ്ററേച്ചർ പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ LLB ചെയ്തുകൊണ്ടിരിക്കുക. മാത്രവുമല്ല ഓൺലൈനായിട്ട് കുറേ ഡിഗ്രി കോഴ്സസ് ഉണ്ടല്ലോ, എല്ലാം ചെയ്യണമെന്നുള്ള തീരുമാനം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞേക്കുവാ. ഇപ്പോൾ മിനിമം ഒരു 10-15 ഡിഗ്രി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ സ്വപ്നയും അനന്യയും ഇതെല്ലാം മൂളി കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട്. അപ്പോൾ ലിയോണ ചോദിക്കുക, അല്ല നിങ്ങളൊക്കെ എത്ര വരെ പഠിച്ചു? ഇപ്പോൾ 2 ആളും ഒന്ന് പരിങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ദേ ഈ സ്വപ്ന പണ്ട് ഡിഗ്രിക്കോ മറ്റോ പോയിട്ടുണ്ട്, പക്ഷേ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടോടി എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പം സ്വപ്ന പറയാ, അല്ല ഞാൻ ഡിഗ്രിക്ക് പോയിട്ടുണ്ട്, പക്ഷെ അനന്യ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ അനന്യ പറയാ, ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, +2 ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. പിന്നെ പെട്ടെന്ന് കല്യാണം ഉറച്ചല്ലോ, പിന്നെ കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല, അതാ. അപ്പോൾ ലിയോൺ അവരെ പുച്ഛിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, പിന്നെ നിങ്ങളെപ്പോലെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കാനാണെങ്കിലേ അത്ര വലിയ എഡ്യൂക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ എയിം അതല്ലല്ലോ, എനിക്ക് ആകാശത്തൂടെ പറക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആൻറ്റി പറയാ, അതെ ഇവളുടെ ഐഡിയാസും ലക്ഷ്യമൊക്കെ ആകാശത്തോളമാണ്. ഇത് കേട്ടതും അനന്യ സ്വപ്നയുടെ ചെവിയിൽ ചെന്ന് പറയാ, ഇവൾ ആകാശത്ത് നിന്ന് മൂടും കുത്തി വീഴുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. ഇത് ഇവരിങ്ങനെ രഹസ്യം പറയുന്നത് മനസ്സിലാക്കിയ ആൻറ്റി ചോദിക്കുക, എന്താടി മക്കളെ പറയുന്നത്? അപ്പോൾ അനന്യ പറഞ്ഞു, അല്ല ഇത്രയും വലിയ കഴിവൊക്കെയുള്ള പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞതാ. എന്നിട്ടപ്പോൾ ആൻറ്റി ചോദിച്ചു, അല്ലടി മക്കളെ, ഈ കുടുംബത്തിൻ്റെ സ്വഭാവം വെച്ചിട്ടേ ആരെയും അറിയിക്കാതെ ഒരു കല്യാണം നടത്തുന്ന പരിപാടി ഇല്ലല്ലോ, അല്ല ഇതെന്താ പെട്ടെന്നിങ്ങനെ നടക്കാൻ? അപ്പോൾ സ്വപ്ന അനന്യയും പറയാതെ ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറയാ, മനസ്സിലായി, ഒരുപാട് കോടികളൊക്കെ കിട്ടിയിരിക്കുമല്ലേ, അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം രാത്രിക്ക് രാത്രി ഒപ്പിച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്വപ്ന പറഞ്ഞു, വാ ആൻറ്റി നമുക്ക് അകത്തേക്കിരിക്കാം, വാ. അങ്ങനെ അവരകത്തേക്ക് കയറുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ സ്വപ്ന കയറാൻ പോയപ്പോഴേക്കും അനന്യ സ്വപ്നയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് പറയാം, അതെ കല്യാണം കഴിഞ്ഞു എന്നേ അവർക്കറിയൂ, അത് വേലക്കാരിയുമായിട്ടാണ് കഴിഞ്ഞതെന്ന് അവർക്കറിയില്ല. അപ്പോൾ സ്വപ്ന പറയാം, നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ നിൽക്കണ്ട, അമ്മ വന്ന് നാണം കെട്ടോട്ടെ, നമുക്കത് കണ്ടു നിൽക്കാം. അങ്ങനെ 2 ആളും വലിയ സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവരെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് സ്വപ്ന പറയാ, ഞാൻ ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ചേച്ചിക്കൊരു സർപ്രൈസ് ആയിരിക്കും, ഞാൻ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ എന്നും പറഞ്ഞ് സ്വപ്ന നേരെ അമ്മയെ വിളിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം അനന്യ അവരുടെ കൂടെ അവിടെ മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയോൺ അനന്യയോട് ചോദിക്കുക, ഹസ്ബൻഡ് എന്ത് ചെയ്യുക? അപ്പോൾ അനന്യ ആദ്യം ഒന്ന് പരിങ്ങി, എന്നിട്ട് പിന്നെ പറയുക, ഞങ്ങൾ വലിയൊരു പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്ങിലാണ്. അറിയാലോ, അച്ഛന് കിട്ടിയത് 150 കോടിയാണ്.
അതിലേറ്റവും കൂടുതൽ കിട്ടുക ഞങ്ങൾക്കായിരിക്കും. കാരണം എൻ്റെ ഭർത്താവ് അരവിന്ദ, കൂട്ടത്തിൽ ബിസിനസ്സിൽ കേമൻ. ഇത് കേട്ടതും ലിയോണ പറഞ്ഞു, അച്ഛനപ്പൂപ്പന്മാരുടെ സ്വത്തൊക്കെ വാങ്ങിയിട്ട് ബിസിനസ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ കേമത്തൊന്നുമില്ല. ഇത് കേട്ടതും അനന്യ ആകെ ചൂളിപ്പോയി. അപ്പോൾ ലിയോണ വീണ്ടും പറയാ, ആക്ച്വലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതിലൂടെ നേട്ടം ഉണ്ടാക്കുകയും വേണം. അങ്ങനെയാണ് അത് ജെന്യുവൻ ആവുക, അല്ലേ മമ്മി? അപ്പോൾ അവർ പറയാം, പിന്നെ അല്ലാതെ മോളെപ്പോലെ ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസമൊന്നും ഇവർക്കില്ലല്ലോ മോളെ. എന്നിട്ട് ആൻറ്റി ഇരുന്നെടുത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് അനന്യയോട് പറയാം, മോളെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പോൾ എന്തിനാ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അനന്യ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് വീണ്ടും ആൻറ്റി വിളിക്കുക, നീ ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ അനന്യ മാറ്റി നിർത്തി. അപ്പോൾ അനന്യ വീണ്ടും ചോദിക്കുക, എന്തിനാ ആൻറ്റി? അപ്പോൾ മോളെയും വിളിക്കുക, മോൾ ഇങ്ങോട്ട് വാ. അങ്ങനെ ലിയോണയും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ലിയോണയോട് പറഞ്ഞു, നീ അങ്ങോട്ട് ചേർന്ന് നിന്നേ. അപ്പോൾ അനന്യ ചോദിച്ചു, ഓ ഫോട്ടോ എടുക്കാനായിരുന്നോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അനന്യ മുടിയൊക്കെ ഇങ്ങനെ നേരെ ഇടുകയാണ്. ഇനി എടുത്തോ എന്നും പറഞ്ഞിട്ട് അനന്യ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറയാം, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ആൻറ്റി രണ്ടാളെ മാറി മാറി നോക്കിയിട്ട് പറയാം, എൻ്റെ മകൻ വിഷ്ണുവേ പണ്ടേ ഒരു കാര്യം പറയുമായിരുന്നു, വിജയ് ഏട്ടൻ്റെയും അരവിന്ദേട്ടൻ്റെയും പെണ്ണുങ്ങളെക്കാൾ ഭംഗിയുള്ള പെണ്ണിനെ ആയിരിക്കും അവൻ കെട്ടുന്നതെന്ന്. അതാ ഞാൻ രണ്ടുപേരെ ഒന്നിച്ച് നിർത്തി നോക്കിയത്. എൻ്റെ ലിയോണമോളുടെ അഴകിന് മുന്നിലേ അനന്യ ഒന്നുമല്ല കേട്ടോ. ഇത് കേട്ടപ്പോഴാണ് വീണ്ടും അമളി പറ്റിയെന്നുള്ളത് അനന്യക്ക് മനസ്സിലായത്. അനന്യ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലിയോണ പറയാ, ഓ ഹൗ ലക്കിയായ, താങ്ക് യു മമ്മി എന്നും പറഞ്ഞ് മമ്മിയുടെ അടുത്തേക്ക് അങ്ങ് പോയിരുന്നു. അപ്പോൾ അനന്യ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം അമ്മയെ വിളിക്കാൻ പോയ സ്വപ്ന അമ്മയുടെ മുറിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ സ്വപ്നയോട് പറയാ, ഇവളോട് ഇതിപ്പോൾ ആരാ വിളിച്ചു പറഞ്ഞത്? അപ്പോൾ സ്വപ്ന പറഞ്ഞു, സംസാരം കേട്ടിട്ട് ആരും വിളിച്ചു പറഞ്ഞതായി തോന്നിയില്ല, അറിഞ്ഞിട്ടുള്ള വരവാ. അപ്പോൾ അമ്മ ആകെ ആശങ്കയോടെ പറയുക, ഞാനിപ്പോൾ അവളുടെ മുന്നിൽ ചെന്ന് ആകെ നാണം കെടുവല്ലോ ഈശ്വര. അപ്പോൾ സ്വപ്ന പറഞ്ഞു, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, കൂടെ മരുമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ശശികല ആൻറ്റിക്ക് 100 നാവാ. അവളുടെ സൗന്ദര്യം, വിദ്യാഭ്യാസം, തറവാട്ട് പാരമ്പര്യം, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ ഒരു വേലക്കാരിയാണ് അമ്മയുടെ മരുമോളെന്ന് പറയുമ്പോൾ അമ്മ നിന്ന് ഉരുകും. അപ്പം അമ്മ ചോദിക്കുക, അല്ല അതിപ്പോൾ അറിഞ്ഞിട്ടല്ലേ അവൾ കയറി വന്നത്? അപ്പോൾ സ്വപ്ന പറഞ്ഞു, അതല്ലേ അമ്മ ഇപ്പം രസം, കൺമണിയായിട്ടുള്ള കല്യാണം നടന്നുവെന്നും അവരറിഞ്ഞിട്ടില്ല. ദേവയുടെ വിവാഹം കഴിഞ്ഞു, അതിന് വിളിച്ചില്ല, ആ പരാതിയേ ഉള്ളൂ. അപ്പം അമ്മ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയാ, അവള് ആ കൺമണി ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് ചാടുവോ? അപ്പോൾ സ്വപ്ന പറഞ്ഞു, അമ്മേ തൽക്കാലം ആൻറ്റിയുടെ മുന്നിലേക്ക് അവൾ എത്തിയിട്ടില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും എത്താമല്ലോ. എന്തായാലും അമ്മ അങ്ങോട്ട് വാ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നിട്ട് കല്യാണം വിളിക്കാഞ്ഞതിന് ഒരു കാരണവും പറഞ്ഞിട്ട് പാർട്ടിക്ക് മുന്നേ അവരെ അങ്ങ് പറഞ്ഞു വിട്. അപ്പോൾ അമ്മ പറയാ, ശശികല അങ്ങനെയൊന്നും പോവില്ല മോളെ. എന്നെ ഇവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്നു മുതൽ അവൾക്ക് മാനസികമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. എന്നും അവളെ തോൽക്കുന്നു എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവൾക്ക് ജയിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമല്ലേ, അവളത് ആഘോഷിച്ചിട്ടല്ലേ പോവൂ. അപ്പോൾ സ്വപ്ന ചോദിക്കുക, എന്നും പറഞ്ഞ് അമ്മയും മുറിയടച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അവിടേക്ക് വന്ന് വെട്ടി തുറന്നങ്ങ് പറയണം കൺമണിയാണ് ദേവയുടെ ഭാര്യയെന്ന്. അപ്പോൾ അമ്മ നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ തൊട്ട് പിന്നാലെ വന്നിട്ട് സ്വപ്ന ചോദിക്കുക, എന്താ അമ്മേ? അപ്പം അമ്മ പറയാ, അല്ല അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ സ്വപ്ന പറയാ, അമ്മേ അത് മാത്രമല്ലമ്മേ, അമ്മയുടെ അനുവാദത്തോടെ അല്ല ഇത് നടന്നതെന്ന് കൂടി പറഞ്ഞ അമ്മയുടെ അനുജത്തിയെ മരുമോളും അല്ലേ, അമ്മയുടെ കൂടെ നിൽക്കും. ഇന്നത്തെ പാർട്ടി നമുക്കങ്ങ് ആഘോഷമായി മാറ്റിക്കളയാം. അപ്പോൾ അമ്മ പറയാ, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കരുതലിലായിരിക്കും അച്ഛൻ. ശശികലയും മരുമോളെയും ഞാൻ വിളിച്ചു വരുത്തിയെന്നേ കരുതൂ. എന്ന് പറഞ്ഞിങ്ങനെ മാറിയിരിക്കുകയാണ് അമ്മ. അപ്പോൾ സ്വപ്ന അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു, അമ്മേ അതങ്ങനെയല്ലെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ എന്തായാലും അവിടേക്ക് വാ, ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അതാ. മോള് ചെല്ല്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുക, സ്വന്തം അനുജത്തിയുടെ മുന്നിൽ പോലും എനിക്ക് തല ഉയർത്തി നിൽക്കാനിപ്പോൾ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സ്വപ്ന പറയുക, അമ്മേ എൻ്റെ അഭിപ്രായം അമ്മ അനുജത്തിയുടെ മുന്നിൽ തോക്കരുതെന്നാ. ജയിക്കാൻ അമ്മ ശ്രമിച്ച ഒരുമിച്ച് എല്ലാവരുടെ മുന്നിൽ അമ്മ ജയിക്കണം. അമ്മ അതിന് തയ്യാറായിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് സ്വപ്ന അങ്ങ് പോവുകയാണ്. പക്ഷെ അമ്മയാണെങ്കിൽ ആകെ അങ്കലാപ്പിലായി. അമ്മ ഇരുന്നിങ്ങനെ ആലോചിക്കുക, അവരുടെ മുന്നിൽ ചെന്നിട്ട് ഇപ്പോൾ ഇതെന്ത് പറയും എന്നൊക്കെ. ഇതേസമയം ശശികല ആൻറ്റി ഇരുന്ന് അനന്യയോട് ചോദിക്കുക, ദേവയ്ക്ക് നല്ല സ്ത്രീധനമൊക്കെ കിട്ടിയോടി? അപ്പോൾ അനന്യ പറഞ്ഞു, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയാം, എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും ഈ മോളുടെ വീട്ടിൽ നിന്ന് കിട്ടിയതിൻ്റെ അത്ര ഒന്നും കാണത്തില്ല. നിന്നെ സ്വപ്നയൊക്കെ
നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ കണ്ടതല്ലേ, നിന്റെ ദേഹത്ത് കിടന്നത് എന്താ? കല്യാണത്തിന് എൻ്റെ മോളുടെ മുഖം കാണാൻ ഞാൻ പെട്ടൊരു പാടുണ്ടല്ലോ, നിറയെ സ്വർണ്ണം അല്ലായിരുന്നോ? അപ്പോൾ ലിയോണ പറയോ, ആക്ച്വലി എനിക്ക് ഗോൾഡൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഫ്യൂച്ചറിലേക്കുള്ളൊരു സേവിങ്സ് ആണെന്ന് അച്ഛൻ പറയുമ്പോൾ പിന്നെ എങ്ങനെയാ വാങ്ങിക്കാതിരിക്കാൻ തോന്നുക, അല്ലേ മമ്മി? അപ്പോൾ അവരിങ്ങനെ ചിരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ അവിടേക്ക് വരുന്നത്. അച്ഛനെ കണ്ടതും എല്ലാവരും അങ്ങ് ചാടി എഴുന്നേറ്റു. ഉടനെ ശശികല ആൻറ്റി നേരെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറയാ, ചേട്ടന് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. അപ്പോൾ ആനന്ദ് വർമ്മ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശശികല ആൻറ്റി വീണ്ടും പറയാം, അല്ല ഇത്രയൊക്കെ പിണക്കം ആയതുകൊണ്ട്. ആനന്ദ് വർമ്മ പറഞ്ഞു, എന്ത് പിണക്കമാണെങ്കിലും ശശികലയെ വിളിക്കേണ്ടവർ വിളിച്ചല്ലോ. അപ്പോൾ ശശികല പറഞ്ഞു, അയ്യോ എന്നെ ചേച്ചി വിളിച്ചതല്ല. അപ്പോൾ നേരെ ആനന്ദ് വർമ്മ അനന്യയെ നോക്കി പറഞ്ഞു, അയ്യോ അനന്യയെ വിളിച്ചതല്ല. എന്നിട്ട് നേരെ ലിയോണയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇതാണ് വല്ലിച്ച്. അപ്പോൾ ലിയോണ ചോദിച്ചു, ഹൗ ആർ യു അങ്കിൾ? അപ്പോൾ പറയും, നന്നായിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, ശശികല ചേച്ചിയെ കണ്ടില്ലേ? അപ്പോൾ ശശികലയെ എന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു സുശീലാമ്മ. ചേച്ചിയെ കണ്ടതും ശശികല പറയാ, എന്നാലും എന്നെ അകറ്റി നിർത്താനൊക്കെ തോന്നിയല്ലോ ചേച്ചിക്ക്. അപ്പോൾ സുശീലാമ്മ പറഞ്ഞു, നീ അതൊക്കെ അങ്ങ് വിട്ടുകളാ. അപ്പോൾ ആനന്ദ് വർമ്മ ചോദിക്കുക, ശശികല ഇപ്പം തന്നെ ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ ശശികല ചോദിക്കുക, അതെന്താ ഏട്ടാ, ഞാനിവിടെ നിൽക്കണ്ടെന്നാണോ? അപ്പോൾ ആനന്ദ് വർമ്മ പറഞ്ഞു, അതല്ല, ഇപ്പം ഇറങ്ങില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ എന്നാ ഉദ്ദേശിച്ചത്. അപ്പോൾ ശശികല പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, എന്തായാലും വിവാഹ പാർട്ടിയല്ലേ, ഞാനത് കൂടിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദ് വർമ്മ പറഞ്ഞു, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അനന്യ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാം, അമ്മേ ഇത് ആൻറ്റിയുടെ മരുമോളാ. അപ്പോൾ ശശികല മോളെ വിളിച്ചു നിർത്തിക്കൊണ്ട് പറയാം, അതേ ചേച്ചി, വിഷ്ണുവിൻ്റെ ഭാര്യ, ഇഷ്ടമായോ? അപ്പോൾ സുശീലാമ്മ പറഞ്ഞു, ഇഷ്ടമാവാതിരിക്കാൻ എന്താ, വിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ, നല്ല കുട്ടിയല്ലേ. അപ്പോൾ ലിയോണ പറയാ, ഒട്ടും പരിചയമില്ലാത്ത ആൾ പോലും എന്നെ കണ്ട വലിയ ഇഷ്ടാവും, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണേ. അപ്പോൾ സ്വപ്ന നേരെ അനന്യയുടെ ചെവിയിൽ വന്നിട്ട് ചോദിക്കുക, ഇത്ര നേരം കിട്ടിയിട്ടും ഇവളുടെ നാവ് പറിച്ചു കളയാൻ പറ്റിയില്ലേ നിനക്ക്? അപ്പോൾ അനന്യ പറയാം, ഈ സാധനത്തിൻ്റെ മുന്നിലേ നമ്മളൊക്കെ തോറ്റു പോവും. അപ്പം ശശികല പറയാം, അല്ല ചേച്ചി, എവിടെ മരുമോള്, ഒന്ന് വിളിക്ക്, ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത്. അപ്പോൾ സുശീലാമ്മ പറഞ്ഞു, അത് പിന്നെ പരിചയപ്പെടാമല്ലോ. അപ്പോൾ ശശികല പറയാം, ചേച്ചി പേടിക്കണ്ട, ഞാൻ എൻ്റെ മരുമോളെയും ചേച്ചിയുടെ മരുമോളെയും തമ്മിൽ താരതമ്യം ചെയ്യാനൊന്നും നിൽക്കില്ല. അല്ല, ഞാൻ എന്തിനാ ഒരു വീട്ടിൽ വന്ന് ഒരു കുട്ടിയെ തോൽപ്പിക്കുന്നത്? എന്തായാലും എൻ്റെ മരുമോളുടെ അടുത്തൊന്നും ആരും എത്തില്ല. അപ്പോൾ അനന്യ പറഞ്ഞു, സ്വപ്ന കൺമണിയെ വിളിക്ക്. ഉടനെ സ്വപ്ന അവിടെ നിന്ന് കൺമണി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കൺമണിയെ. ഉടനെ കൺമണി അവിടേക്ക് ഒരുങ്ങി വന്നു. അപ്പോൾ അനന്യ പറഞ്ഞു, കൺമണി വന്നല്ലോ. കൺമണിയെ കണ്ടത് ശശികല കുറച്ച് സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് കൺമണിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അയ്യോ ഇവളിവിടെ വേലക്ക് നിന്ന കൊച്ചല്ലേ, ഇവൾ ആളാകെ മാറിയല്ലോ, വില കൂടിയ സാരി, ആഭരണങ്ങള്. എൻ്റെ ചേച്ചി നിങ്ങളെ സമ്മതിക്കണം, സ്വന്തം മോൻ്റെ കല്യാണത്തിന് വേലക്കാരിക്ക് ഇത്രയും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ. അപ്പം ലിയോണ ചോദിക്കാം, മമ്മി സെർവൻ്റ് അല്ലേ? അപ്പം ശശികല പറഞ്ഞു, ഇവളിവിടെ സ്ഥിരം ഉള്ളതാ മോളെ. അപ്പം ലിയോണ ചോദിക്കാം, എക്സ്ക്യൂസ് മീ, ഞങ്ങൾ വന്നപ്പോൾ ചെരുപ്പിൽ കുറച്ച് ചെളിയായി, അതൊന്ന് വാഷ് ചെയ്യണമല്ലോ. അപ്പം ശശികല പറയാ, ഇടി കൊച്ചേ, ഇവള് പറഞ്ഞത് മനസ്സിലായില്ലേ, പുറത്ത് ചെളിയിൽ ചവിട്ടി ഞങ്ങളുടെ ചെരുപ്പ് അഴുക്കായി, അതൊന്ന് കഴുകി വെക്കണമെന്ന്. എന്താടി പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ കൺമണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനന്യയും സ്വപ്നയും കൂടെ നിന്ന് ചിരിക്കുക. എന്നിട്ട് സ്വപ്ന നേരെ വന്ന് കൺമണിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിനക്കെന്താടി പറഞ്ഞതൊന്ന് കേട്ടാൽ? നിന്റെ ഇവിടുത്തെ സ്ഥാനമൊന്നും മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താടി കല്ലുപോലെ നിൽക്കുന്നേ? അപ്പം അനന്യ പറയുകയാണ്, എടി നല്ല വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ധരിച്ചാലേ ചിലർക്ക് എല്ലാവരുടെയും ഒപ്പമായി എന്നൊക്കെ തോന്നും. നിന്നോട് പറഞ്ഞ് നീ പോയി ചെയ്യേ, ശരി പോ. അപ്പോൾ കൺമണി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ലിയോണ പറയാ, അതെ സോഫ്റ്റായിട്ട് വാഷ് ചെയ്താൽ മതി, നല്ല വിലപിടിപ്പുള്ള ചെരുപ്പാണ്. അപ്പോൾ കൺമണി അങ്ങ് പോവുകയാണ് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അവന്തിക കണ്ടു അത്. അവന്തിക ഇങ്ങനെ നോക്കുക, അവന്തികയ്ക്ക് ആകെ ദേഷ്യവും വരുന്നുണ്ട്. കൺമണി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിൻ്റെ അടുത്തെത്തി. ചെരുപ്പ് കയ്യിലേക്ക് എടുത്തതും അവന്തിക പിന്നാലെ വന്ന് വിളിച്ചു കൺമണിയെ. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ നീ കാണിക്കുന്നേ? അപ്പോൾ കൺമണി അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവന്തിക പറഞ്ഞു, ആദ്യം നീ ചെരുപ്പ് താഴെയിട്. അപ്പോഴും കൺമണി നിന്ന് പറയാ, അല്ല അവർ പറഞ്ഞിട്ട്. അപ്പോൾ അവന്തിയെ ചോദിക്കുക, ആര് പറഞ്ഞിട്ട്? അവരുടെ ചെരുപ്പ് കഴുകി വൃത്തിയാക്കാൻ നിന്നോട് പറയാൻ അവർക്ക് എന്ത് അധികാരമുള്ളത്? അവരുടെ ചെരുപ്പിലെ ചെളി അവർ തന്നെ കഴുകിക്കളയണം, അല്ലാതെ നീയല്ല. അത് താഴെയിട് എന്ന് പറഞ്ഞപ്പോഴും കൺമണി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഉടനെ അവന്തിക അത് കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങി ഒറ്റ എറി കൊടുത്തു. അങ്ങനെ ചെരുപ്പങ്ങ് നിലത്തേക്ക് ഇട്ടിട്ട് കൺമണിയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അവന്തിക. അവന്തിക കൺമണിയും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സുശീലാമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശശികല. അപ്പോൾ അവർ പറയുകയാണ്, അത് കൊള്ളാമല്ലോ, നമ്മുടെ കാലിൽ ചെളിയാൽ അത് കഴുകിക്കളയാൻ വേണ്ടിയിട്ടല്ലേ വേലക്കാരിയെ നിർത്തിയിരിക്കുന്നത്. കയറി ചെന്നപാടെ അവന്തിക ശശികലയോട് ചോദിച്ചു, ഇവളിവിടുത്തെ വേലക്കാരിയാണെന്ന് ചിറ്റയോട് ആരാ പറഞ്ഞത്? അപ്പോൾ ശശികല ചോദിക്കുക, പിന്നെ അല്ലാതെ. അപ്പോൾ അവന്തിക പറയാം,
ഈ നിൽക്കുന്ന ആരും ചിറ്റയോട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആ, ഏട്ടൻ്റെ കല്യാണ വിശേഷം അറിഞ്ഞാണല്ലോ നിങ്ങൾ വന്നത്. ഏട്ടൻ വിവാഹം കഴിച്ച പെണ്ണായത്. ഇത് കേട്ടതും അവരാകെ ഞെട്ടി. അപ്പം അവന്തിക വീണ്ടും പറയുകയാണ്, അതായത് ഇവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ല, മരുമകളാ. എന്നിട്ട് അവന്തിക നേരെ സ്വപ്നയുടെ അനന്യയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ നാവുകൊണ്ട് ഈ സത്യം ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഈ അപമാനം വരുമായിരുന്നോ? അപ്പോൾ അനന്യ പറയാ, ആ അതിന് ഇവളാണോ ദേവിയുടെ ഭാര്യയെന്ന് ഞങ്ങളോട് ആരും ചോദിച്ചില്ലല്ലോ. അപ്പോൾ അവന്തിക ചോദിക്കുക, അതുകൊണ്ട് അവൾ ഇവിടുത്തെ വേലക്കാരി അല്ല എന്നെങ്കിലും നിങ്ങൾക്ക് പറയായിരുന്നില്ലേ? അപ്പോൾ സ്വപ്ന പറയാ, അവന്തികേ, ഇനി ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരാം ട്യൂഷന്. എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് നീ പഠിപ്പിച്ചു തന്നാൽ മതി, പോരെ? അപ്പോൾ നേരെ അവന്തിക അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇങ്ങനെ കണ്ണടച്ച് പിടിക്കരുത്. ഇവളുടെ കാര്യത്തിലെന്നല്ല, ഒരു കാര്യത്തിലും. ഇത് കുറച്ച് കഷ്ടമായിപ്പോയി. അപ്പോൾ അവന്തികയെ പിടിച്ചുകൊണ്ട് ശശികലാൻ്റി ചോദിക്കുക, എടി അവന്തികയെ, നീ പറഞ്ഞത് സത്യം തന്നെയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവന്തിക വീണ്ടും എടുത്തു പറയുകയാണ്, സത്യമാണ്. എന്നിട്ട് കൺമണിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവന്തിക പറയുകയാണ്, ഇവളാണ് ഏട്ടൻ്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകൾ, എൻ്റെ നാത്തൂൻ, ഈ അമ്മയുടെ മരുമകൾ. എന്നിട്ട് കൺമണിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവന്തിക. അപ്പോൾ ശശികലാൻ്റി നേരെ ചെന്ന് സുശീലാമ്മയോട് ചോദിക്കുക, ചേച്ചി എന്തൊക്കെയായത്? അപ്പോൾ സുശീലാമ്മ പറഞ്ഞു, നീ വാ. അപ്പോൾ അവരെയും കൂട്ടി സുശീലാമ്മ പോകുമ്പോൾ കൺമണി അപമാനിക്കപ്പെട്ടതും എല്ലാം ഓർത്ത് സ്വപ്നയും അനന്യയും നിന്നങ്ങ് ചിരിക്കുകയാണ്. അങ്ങനെ സുശീലാമ്മ അനിയത്തിയുടെയും മരുമകളുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ശശികല പറയാം, എന്നാലും എൻ്റെ ചേച്ചി, ഇടി വെട്ടിയാൽ പോലും ഇത്രയും വലിയ ഷോക്കില്ല. വല്ലാത്തൊരു പറ്റായി പോയല്ലോ. ഇനി എങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കും? അപ്പോൾ ലിയോണ ചോദിക്കുക, ദേവ ഇത്രയ്ക്ക് ചീപ്പാണോ? ഇങ്ങനെ ഒരു വേലക്കാരിയൊക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ? അപ്പോൾ ശശികല പറയാം, ചേച്ചി, ഞാൻ വിളിക്കാതെ ഈ പാർട്ടിക്ക് കയറി വന്നവളാ. ഇതോടുകൂടി നമ്മൾ തമ്മിലുണ്ടായിരുന്ന പിണക്കവും പരിഭവവും ഒക്കെ തീർന്നു എന്ന് കരുതി ഈ വേലക്കാരി മരുമകളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്കൊന്നും വന്നേക്കരുത്. എനിക്കത് നാണക്കേടാ. അപ്പോൾ ലിയോണ പറയാ, വീട്ടിൽ എൻ്റെ മമ്മിയും ഡാഡിയൊക്കെ വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കാരണവശാലും വരരുത്. ബന്ധം അനുസരിച്ചാണെങ്കിൽ ദേവയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ അല്ലേ. ഒരു സെർവൻറ്റിനെ എങ്ങനെയാ സിസ്റ്റർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക? ഇതൊക്കെ കേട്ടപ്പോൾ സുശീലാമ്മ പറയാ, ഇതൊന്നും എൻ്റെ ഇഷ്ടത്തിന് നടന്നതല്ല, എന്നോടുള്ള വാശിയുടെ പുറത്ത് നടന്നതാ. ഞാൻ ഇതുവരെ ഇതൊട്ട് അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ ശശികല ചോദിക്കുക, ഇതിപ്പോൾ അംഗീകരിച്ചാൽ എന്താ, അംഗീകരിച്ചില്ലെങ്കിൽ എന്താ, കയ്യിൽ പെട്ടുപോയില്ലേ? അപ്പോൾ ദേവ അവിടേക്ക് വരുന്നത് കണ്ടതും സുശീലാമ്മ പറഞ്ഞു, ദേ മോൻ വരുന്നു. അപ്പോൾ ദേവ അവിടെ വന്നിട്ട് ചിറ്റേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശശികല പറയാം, ആ ദേവാ. അപ്പോൾ ദേവ പറയാ, ചിറ്റ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇതല്ലേ? അപ്പോൾ ശശികല പറയാം, അതെ അതെ, ഇതുപോലെ പരിഷ്കാരമുള്ള ഒരുത്തിയാ ഞാൻ നിന്റെ ഭാര്യയായിട്ട് പ്രതീക്ഷിച്ചത്. എന്തായാലും വലിയ കഷ്ടപ്പാടാ നീ ചെയ്തത്. കുടുംബത്തിന് ഇത്ര വലിയ നാണക്കേടുണ്ടാക്കി വെച്ചല്ലോ. ഉടനെ ലിയോണ ചോദിക്കാം, എക്സ്ക്യൂസ് മീ ദേവ, ആ സർവൻറ്റിൽ എന്ത് അട്രാക്ഷനാ ദേവ കണ്ടത്? വെറുതെ ഒരു സിമ്പതി കാണിച്ച് ആളുകളുടെ അട്രാക്ഷൻ പിടിക്കാനാ? അപ്പോൾ ദേവ പറഞ്ഞു, ആ ഞാനെന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, അച്ഛൻ തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേവ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ ശശികലാൻ്റെ പിന്നാലെ ചെല്ലുക. എന്നിട്ട് പറയുക, എടാ, കല്യാണം കഴിക്കുന്നതും ഉപേക്ഷിക്കുന്നതും കൊണ്ട് കളയുന്നതും ഒക്കെ ഈ കാലത്ത് സർവ്വസാധാരണമാണ്. രണ്ടാമതൊരു പെണ്ണിനെ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടാണോ? ഡാ, നീ അങ്ങ് കൊണ്ട് കളഞ്ഞേക്കടാ. ഒരബദ്ധം പറ്റിയാൽ കൈ കഴുകി അങ്ങ് തിരുത്തിയാൽ മതി, ആ പ്രശ്നം അങ്ങോട്ട് തീർന്നു. അപ്പോൾ ദേവ പറയാ, ചിറ്റേ, ഞാൻ ഈ പ്രായം സ്ഥാനം ഒക്കെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. അല്ലായിരുന്നെങ്കിൽ കാര്യമായിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞേനെ. ചിറ്റ ഇവിടെ വന്നപ്പോഴുള്ള പെർഫോമൻസ് ഒക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, ചിറ്റയ്ക്ക് കിട്ടി ഈ മരുമകളെക്കാൾ യോഗ്യയായിട്ട് ഈ ലോകത്ത് വേറെ ഒരു പെണ്ണും ഇല്ലല്ലോ. അതിന് താഴെ ഞാനിപ്പോൾ ജോലിക്കാരിയെ കെട്ടിയാലെന്താ, പിച്ചക്കാരിയെ കെട്ടിയാലെന്താ? ഉടനെ അമ്മ ചോദിക്കുക, ദേവാ എന്തൊക്കെയാ നീ പറയുന്നേ? അപ്പോൾ ദേവ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാം, അമ്മ ഇത് തിരുത്തുമായിരുന്നെങ്കിൽ എനിക്കിത് തിരുത്തേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് ലിയോണെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുക, നേരത്തെ എന്തായിരുന്നു ചോദിച്ചേ? കൺമണിയോട് എനിക്ക് എന്ത് അട്രാക്ഷനാണ് തോന്നിയതെന്നോ? മാഡം, ഈ കഥകളിലും സാഹിത്യത്തിലുമൊക്കെ എഴുതി പിടിപ്പിക്കുന്ന അട്രാക്ഷൻസൊക്കെ നമുക്ക് പറഞ്ഞു നടക്കാനേ പറ്റൂ. അതിനപ്പുറം നമുക്ക് ഒരാളോട് തോന്നുന്ന അനുകമ്പ, ഇഷ്ടമൊക്കെ മനസ്സിനകത്തു നിന്നുണ്ടാവേണ്ടതാ. എനിക്കതുണ്ട് എന്നതിനുള്ള തെളിവാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ചേച്ചി ഒരു കാര്യം ചെയ്യേ, നല്ല മൂഡിലിരിക്കുമ്പോൾ വിഷ്ണുവേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും അട്രാക്ഷൻസ് നിങ്ങളിൽ അയാൾക്ക് തോന്നിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ലിയോണ ആകെ നാണം കെട്ട് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഛേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നേരെ ശശികല ആൻറ്റി വന്നിട്ട് പറയാ, ഡാ നീ വെറുതെ. അപ്പം തന്നെ ദേവ ആ സംസാരം അവിടെ നിർത്തിച്ചു. വേണ്ട ചിറ്റേ, കുറച്ച് നാൾ പിണങ്ങി നിന്നു ചിറ്റ വന്നു. കുറച്ചു നേരം സംസാരിച്ചിട്ട് നമുക്ക് പിരിയാം. ഞാനായിട്ട് ഈ വാക്ക് തെറ്റിക്കില്ല, ചിറ്റയായിട്ട് വാക്ക് തെറ്റിക്കാതിരുന്നാൽ മതി, അതാ നല്ലത്. അങ്ങനെ അവർക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ട് ദേവ അങ്ങ് പോവുകയാണ്. ദേവ അങ്ങ് പോയതും ശശികല വന്നിട്ട് സുശീലാമ്മയോട് ചോദിക്കുകയാണ്,
ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങിയോ ചേച്ചി? അപ്പോൾ സുശീലമ്മ പറയാ ഇപ്പം ഇതാ അവൻ്റെ പ്രകൃതം. അപ്പോൾ ശശികല പറയാ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ അസല് കൈവശ. അവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് തന്നെ അവൾ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ദേവമോൻ ചേച്ചിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുവോ? കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്, അമ്മായിയമ്മയും മരുമോളും കൂടെ. ഇതേ സമയം ഭരത് പുറത്ത് നിൽക്കുകയാണ് ഒരു കൂട്ടുകാരൻ്റെ കൂടെ. അപ്പോൾ കൂട്ടുകാരൻ ഭരത്തിനോട് പറയാ, അതെ നീ ഇവിടെ ഇല്ലെങ്കിലും അവർ പാർട്ടി ഗംഭീരമായിട്ട് നടത്തും. പിന്നെ മാറി നിൽക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ ഭരത് പറയാ, എനിക്കൊരു മൂഡില്ലടാ. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കാറില്ലേ? അവൾക്കെതിരെ എന്ത് പ്ലാൻ ചെയ്തിട്ടും ഒന്നും നടക്കില്ല എന്നൊക്കെ. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നും. അല്ലെങ്കിൽ പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവള് കയ്യിൽ നിന്ന് വഴുതി പോകുവാന്ന് പറഞ്ഞാ. അപ്പോൾ കൂട്ടുകാരൻ ഭരത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഭരത്തെ നീ ഇപ്പോൾ ശ്രമിക്കുന്നത് കൈ നനയാതെ മീൻ പിടിക്കാനാ. അതുകൊണ്ടാ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്. അതല്ല മീൻ പിടിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ കൈയല്ല ദേഹം മുഴുവനും നനച്ച് വെള്ളത്തിലോട്ടങ്ങ് ഇറങ്ങണം. പിന്നെ ഒന്ന് പെടയാൻ പോലെ സമ്മതിക്കാതെ മീനിനെ പിടിക്കുകയും വേണം. അപ്പോൾ ഭരത് പറയാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ആരാടാ? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒറ്റയടിക്ക് വെളിവായി പോവില്ലേ? മാത്രമല്ല ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി ആനന്ദ് വർമ്മയുടെ വീട്ടിലെ മെമ്പറാണെന്നുള്ളതാ. അതെനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യണം. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ആരും പേടിക്കുന്ന ഒരുവനായി മാറിയിരിക്കണം. അപ്പോൾ കൂട്ടുകാരനും ചിരിച്ചുകൊണ്ട് ഭരത്തിനോട് പറയാണ്, അങ്ങനെ ഒരു സമയം വന്നാൽ നമ്മൾ പൊളിക്കില്ല എളിയ. പക്ഷെ അപ്പോഴും കൺമണി ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്റെ മനസ്സിൽ കിടക്കും അല്ലേ? അപ്പോൾ ഭരത് പറയാ, അവൾ വല്ലാത്തൊരു ആഗ്രഹമാടാ. അവളെക്കാൾ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, അവളെക്കാൾ ആകർഷണമുള്ള പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അവളെപ്പോലെ കരഞ്ഞവരെ കണ്ടിട്ടില്ല, കാല് പിടിച്ചവരെയും കണ്ടിട്ടില്ല. എതിർക്കാൻ ശേഷിയുള്ളവരെ എതിർത്ത് തോൽപ്പിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും. പക്ഷേ ഒന്നിനും ഗതിയില്ലാത്തവളെ കീഴടക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ എന്താ പറയുക? ആ സീൻ വിശദീകരിക്കാൻ എനിക്കറിയില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റി കൈ കൂപ്പി വിറങ്ങലിച്ച് എൻ്റെ കാൽ ചുവട്ടിൽ ഇങ്ങനെ പതിയിരിക്കുമ്പോൾ അത് വേറൊരു വൈബാടാ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? എന്ന് ചിരിച്ചുകൊണ്ട് കൂട്ടുകാരന്മാർ രണ്ടും കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയാ, ഓവേ ചില കാര്യത്തിൽ, പ്രത്യേകിച്ച് കൺമണിയുടെ കാര്യത്തിൽ നീ ഒരു അരവട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഭരത് പറയാ, അരവട്ടല്ലടാ, അവളുടെ കാര്യത്തിൽ മുഴുവട്ടനാ ഞാൻ. അപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടു. അപ്പോൾ ഭരത് ഇങ്ങനെ ആ വണ്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ വണ്ടിയുടെ അകത്ത് മധുരിമ ഇരിക്കുന്നുണ്ടായിരുന്നു. മധുരിമയെ കണ്ടതും ഭരത് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്താടാ? ഭരത് പറഞ്ഞു, ഒന്നുമില്ല, എനിക്കൊന്ന് വീട് വരെ പോകണം. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല പാർട്ടിയിൽ നീ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഭരത് പറയാ, അത് പാർട്ടിക്കൊരു ത്രില്ലില്ലാന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ ആ വണ്ടിയിൽ പോയത് പാർട്ടിക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ത്രില്ല. അതെനിക്ക് കാണണം, തൊട്ടടുത്ത് നിന്ന് തന്നെ കാണണം. എന്തായാലും നീ വാ. അങ്ങനെ അവർ നേരെ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുക, എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ ഭരത് പറഞ്ഞു, ഉണ്ടാകുമല്ലോ, ഉണ്ടാവണം, നീ വണ്ടി എടുക്ക്. അങ്ങനെ കൂട്ടുകാരൻ വണ്ടിയെടുത്തു. അവരങ്ങനെ പോവുകയാണ്. ഇതേ സമയം ദേവ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും മധുരിമ കയറി വരുന്നത് കണ്ടു. ദേവ ആകെ ഷോക്കായിപ്പോയി. അപ്പോൾ മധുരിമ എന്തോ തീരുമാനിച്ചുറപ്പിച്ച രീതിയിലാണ് വരുന്നത്. മധുരിമ ഇങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് കാണാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇനി പാർട്ടിയും അതുപോലെ തന്നെ മധുരിമ എന്തായിരിക്കും ഈ പാർട്ടിയുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. നന്ദി.